ഹലോ ഹായ് ഫ്രണ്ട്സ്, പ്രസിന ഹർലർ വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് കാന്താരി മത്തിപ്പേരിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഞാനൊരു 1/2 കിലോ മത്തിയാണ് എടുത്തേക്കുന്നത്, ചെറിയ മത്തിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ താരമായ ചെറിയ കാന്താരി, അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരിയാണേ. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു അരമുറി തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും കൂടി നമ്മൾ ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്യുക. ഒത്തിരി അരച്ചൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയേ. ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കണേ. അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു മൺചട്ടി ചൂടാക്കുക. മൺചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് കടുകിടുക. കടുകൊന്ന് പൊട്ടി വന്നേക്ക് അതിലേക്കൊരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ചതച്ച് വെച്ചേക്കുന്ന പീരയുണ്ടല്ലോ, പീരയും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്യണേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. അപ്പം നമ്മുടെ മത്തിപ്പീരയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മുടെ മത്തിപ്പീരയ്ക്ക് പുളി വേണേ. പുളി വേണ്ടത് ഞാൻ ഇച്ചിരി പുളി ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിയും ആ വെള്ളവും കൂടി നമ്മൾ ഈ പീരയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. പിന്നെ നമ്മുടെ മത്തിപ്പീരയ്ക്ക് ഇച്ചിരി കൂടി വെള്ളം വേണം. അപ്പം ഞാൻ അരച്ച് വെച്ച ജാറുണ്ടല്ലോ, ആ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന 1/2 കിലോ മത്തി, ഞാനിവിടെ എടുത്തേക്കുന്ന ചെറിയ മത്തിയാണ്. അപ്പോൾ അത് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ആ ചെറിയ മത്തി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ അരപ്പും ആ മത്തിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് പൊത്തി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തിള വന്നപ്പോൾ ഇത് നമുക്കിനി മൂടി വെച്ച് വേവിക്കാവേ. ഇത് മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ലെവലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ചും കൂടി കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടിട്ട് ഇനി ഒന്നും കൂടി നമ്മൾ മൂടി വെക്കുക. ഈ പച്ച കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിങ്ങനെ മൂടി വെച്ച് ആവിയോടൊക്കെ ചേർന്ന് നന്നായിട്ട് ഇറങ്ങും, നല്ല മണമുണ്ടാവും. നമ്മുടെ കാന്താരി മത്തിപ്പീര റെഡി.